കഫപിത്ത ദോഷങ്ങൾ വർദ്ധിച്ചുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളിൽ പ്രത്യേകിച്ച് ശീതപിത്തം, അർട്ടിക്കേരിയ പോലുള്ള രോഗാവസ്ഥകൾ, അതായത് ശരീരത്തിലൊക്കെ ചുവന്ന് തടിച്ചു വരുന്നു, ചിലപ്പോൾ നീല നിറം കാണുന്നു, ചിലപ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു, കുളി കഴിഞ്ഞാൽ ദേഹം ആസകലം ചൊറിയുന്ന അവസ്ഥ, ഇത്തരം സംഗതികളൊക്കെ ഇല്ലേ, ഇതിനാണ് അർട്ടിക്കേരിയ ശീതപിത്തം എന്ന് വിളിക്കുന്നത്. പല വ്യക്തികളിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് കേട്ടോ. എക്സിമ എന്ന് വിളിക്കുന്ന രോഗാവസ്ഥ, ഇവിടെയൊക്കെ തന്നെ ഈ കഫദോഷവും പിത്തദോഷവുമാണ് വർദ്ധിക്കുന്നത്. ഈ കഫപിത്ത ദോഷങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ത്വക്ക് രോഗങ്ങളിൽ കൺസൾട്ടേഷന് ശേഷം നിർദ്ദേശിക്കാറില്ലേ, കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ചെമ്മീൻ ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറയാറുണ്ട്. ചുണ്ടൊക്കെ തടിച്ച് വീർത്തു വരിക, നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുക, ശരീരത്തിൽ ആസകലം തടിച്ച് ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഇങ്ങനെ ചില അലർജികൾ, ഇങ്ങനെയാണല്ലോ നിങ്ങൾ വിളിക്കുക, ചില അലർജി, ചെമ്മീൻ അലർജി ആയിട്ട് വരുന്ന ചിലരുണ്ട്. ഇവർക്ക് ചെമ്മീനിന് മാത്രമല്ല അലർജി, ഇവർക്ക് കഫദോഷവും പിത്തദോഷവും വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് പലതരം രോഗാവസ്ഥകൾ വരാം. പ്രധാനമായിട്ട് അത് ത്വക്കിലാണ് പ്രകടിപ്പിക്കുക എന്നർത്ഥം. ഈ ചെമ്മീൻ ഒഴിവാക്കാൻ പറയുന്നതിന് മറ്റൊരു സംഗതിയുണ്ട്. സീ ഫുഡ് പൊതുവെ ഒഴിവാക്കാനായിട്ട് പറയും. അതുപോലെ തന്നെയാണ് അസിഡിറ്റിയോ നെഞ്ചരിച്ചിലോ ജെർഡ്, IBS ഇത്തരം രോഗാവസ്ഥകളിലും ഈ കടലിലെ സംഗതികൾ ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. കാരണം കടൽ മത്സ്യങ്ങൾ ഉപ്പുരസമുള്ള വെള്ളത്തിൽ വളരുന്നവയാണ്. ഇവയ്ക്കൊക്കെ ഒരു ഉഷ്ണ സ്വഭാവം ഉണ്ടാവാം, ഒരു വിതാഹ സ്വഭാവം ഉണ്ടാകാം, ശരീരത്തിൽ ഉൾപ്പുഴുക്കവും ചൂടും കൂട്ടുന്നുണ്ടാവാം ദഹിച്ചതിന് ശേഷം. അപ്പോ ഈ ചൂടും ഉൾപ്പുഴുക്കവും കൂട്ടിക്കഴിഞ്ഞാൽ ഈ കഫദോഷവും പിത്തദോഷവും വർദ്ധിച്ചിരിക്കുന്ന രോഗാവസ്ഥകളെല്ലാം തന്നെ വർദ്ധിക്കും, കൂടുതൽ വഷളാവും. അപ്പൊ ഈ അസിഡിറ്റി ആയാലും IBS ആയാലും ജെർഡ് ആയാലും ഡസ്റ്റ് അലർജി ആയാലും സ്നീസിംഗ് ആയാലും അർട്ടിക്കേരിയ ആയാലും ശീതപിത്തായാലും ശരീരത്തിൽ ചുടിച്ചിലും ചൊറിച്ചിലും ഉണ്ടാകുന്ന രോഗാവസ്ഥകളിലെല്ലാം തന്നെ ചെമ്മീൻ അതുപോലെ തന്നെ മറ്റ് കടൽ മത്സ്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. ഇതിന് അഷ്ടാംഗഹൃദയത്തിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. അതായത് ചിളിജിമം ത്രിദോഷകൃത്. ചിളിജിമം എന്നാണ് പ്രോൺസിനെയും കൊഞ്ചിനെയും ഒക്കെ വിളിക്കുന്നത്. സംസ്കൃതം പേരാ ചിളിജിമോ ത്രിദോഷകൃത്. അതായത് ത്രിദോഷങ്ങൾ, 3 ദോഷങ്ങളും വാദവും പിത്തവും കഫം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വാദപിത്ത കഫദോഷങ്ങൾ വർദ്ധിപ്പിച്ച് ഒരുപാട് രോഗാവസ്ഥകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം ദോഷവൃദ്ധി കൊണ്ടുണ്ടായിട്ടുള്ള രോഗാവസ്ഥകളിൽ ചെമ്മീൻ ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നർത്ഥം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, രക്തവാത സംബന്ധമായ രോഗങ്ങളോ ത്വക്ക് രോഗ സംബന്ധമോ ശീതപിത്തം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കുക, പ്രത്യേകമായിട്ട് ചെമ്മീൻ ഒഴിവാക്കുക. ത്വക്ക് രോഗങ്ങളെ പറ്റിയും അർട്ടിക്കേരിയയെ പറ്റിയും നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിലെ ലിങ്ക് കൂടെ കൊടുക്കാം, കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.